എം എ ബേബിയുടെ ആഗമനം ആർക്കാണ് അടി? പിണറായി വിജയന് ദ്രോഹമാകുമെന്ന് ചിലർ ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് അതൊക്കെ മാറ്റി. പിണറായി വിജയന് തീർച്ചയായിട്ടും എം എ ബേബിയുടെ വരവ് വളരെ നല്ല കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പിക്കാണ് എം എ ബേബിയുടെ വരവ് ഒരു പ്രഹരമായിരിക്കുന്നത്. പിണറായി വിജയന് മൂന്നാമതും വിജയിക്കണം, അല്ലെങ്കിൽ സി പി എം മൂന്നാമതും ഇവിടെ ഇലക്ഷനിൽ വിജയിക്കണം എന്നുള്ളതിന് ഏറ്റവും സഹായകരമായ ഒരു തീരുമാനമാണ് പാർട്ടി കോൺഗ്രസ് എം എ ബേബിയെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തത്. അദ്ദേഹം പണ്ട് ഇവിടെ കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, സാംസ്കാരിക കാര്യ മന്ത്രിയായിരുന്നു. അദ്ദേഹം സാംസ്കാരിക കാര്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ MD ആയിട്ട് അദ്ദേഹം വളരെ പ്രൊഫഷണലായിട്ട് കാര്യഗൗരവത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കാര്യങ്ങൾ നോക്കുകയും മേൽനോട്ടം വഹിക്കുകയും നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ കർക്കശ്യമുള്ള, അതേസമയം ഒരു വളരെ സിമ്പിളായിട്ടും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ധീരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എൻ്റെ അനുഭവം. അതേസമയം കീഴ്വഴക്കങ്ങളെ ഒന്നും അദ്ദേഹം അധികം ഗവനിക്കാത്ത ഒരു വിപ്ലവകാരിയുമാണ്, തൻ്റെടിയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് ഒരു മാറ്റുകൂട്ടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഒരു വർഷത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തതിൽ എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഒരിക്കലും ഒരു കാര്യത്തിലും ഇടപെട്ടിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരോ പോയിട്ട് ഏതോ സിനിമയ്ക്ക് അന്ന് സബ്സിഡി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ ആ സബ്സിഡിയുടെ കാര്യം വേണമെന്നോ എന്തോ കാര്യം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, അവിടെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് പിന്നീട് എന്നോട് പറഞ്ഞത്, അവിടെ ഒരാളെ വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് കാര്യങ്ങൾ എങ്ങനെ തീരുമാനിക്കണമെന്ന് ചെയ്യണമെന്നും അറിയാം, അപ്പോൾ അദ്ദേഹത്തോട് പോയി നിങ്ങൾ കാര്യം പറയുക, അദ്ദേഹം അത് ചെയ്യേണ്ടതാണ് ചെയ്യും, ചെയ്യേണ്ടതല്ല ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ വിട്ടു എന്ന് കേട്ടു. അപ്പോൾ ഒരു മന്ത്രി എങ്ങനെയാണോ ആയിരിക്കേണ്ടത്, മന്ത്രി നിയമനിർമ്മാണത്തിൻ്റെ കാര്യവും ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ തീരുമാനത്തിൻ്റെ കാര്യവും അതുപോലെ ഓവറോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതും ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി ആ നയങ്ങളെടുക്കുക എന്നുള്ള ആ തീരുമാനങ്ങളാണ് അന്ന് അദ്ദേഹം അതിലാണ് കേന്ദ്രീകരിച്ചിരുന്നത്. അല്ലാതെ ദൈനംദിന വകുപ്പുകളുടെ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഒരിക്കൽ അന്ന് അടൂർ ഗോപാലകൃഷ്ണൻ്റെ 4 പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമ വന്നൊരു സമയമാണ്. അപ്പോൾ ഈ 4 പെണ്ണുങ്ങൾ സിനിമ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കുറേ തിയേറ്ററുകളുണ്ട്. അപ്പോൾ ആ തിയേറ്ററുകളിൽ ഒരാഴ്ച കഴിഞ്ഞ് ഒരു പ്രൊപ്പോർഷനൊക്കെ ഉണ്ട്, എത്ര സീറ്റ് കപ്പാസിറ്റി ആയി, അല്ലെങ്കിൽ അത് ചാർട്ടിൽ നിന്ന് മാറ്റി അടുത്തത് കൊണ്ടുവരിക എന്നൊക്കെ ഒരു രീതിയുണ്ട്. പക്ഷേ ആദ്യത്തെ 2 ദിവസം കഴിയുമ്പോഴത്തേനും ആളുകൾ വരുന്നത് കുറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് 100 ദിവസം ഓടിക്കണം. അപ്പോൾ അതിന് തിയേറ്ററുകളിൽ നമ്മൾ നഷ്ടം സഹിച്ചിട്ടാണേലും ആളില്ലെങ്കിലും ഇത് ഓടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആ ആഗ്രഹം പറഞ്ഞു. അപ്പം നമ്മളുടെ നോർമൽ നയമനുസരിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കോർപ്പറേഷന് നഷ്ടമാണ് തിയേറ്ററുകളിൽ ആളില്ലാതെ ഒരു സിനിമ ഓടിക്കുക എന്നുള്ളത്. അതേസമയം ഇദ്ദേഹം കേരളത്തിൻ്റെ അഭിമാനമായ ഫിലിം ഡയറക്ടറാണ്. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് സഹായം ചെയ്യണ്ടേ എന്ന വേറൊരു വശവുമുണ്ട്. അപ്പോൾ ഇത് മന്ത്രിയുടെ അടുത്തെത്തി. അപ്പോൾ മന്ത്രിയോട് ഞാൻ പറഞ്ഞു, ഇത് എനിക്കായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, കാരണം ആ തീരുമാനം എടുത്താൽ കോർപ്പറേഷൻ നഷ്ടമാണ്. ആളില്ലാത്ത ഒരു സിനിമ എന്തുകൊണ്ട് ഓടിച്ചു എന്ന് പിന്നീട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനൊരു ഉത്തരമില്ല. അതേസമയം സർക്കാരിന് നയപരമായൊരു തീരുമാനം എടുക്കാം. അടൂർ ഗോപാലകൃഷ്ണൻ സംസ്ഥാനത്തിൻ്റെ ഒരു ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഒരു ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഫിലിം പ്രൊഡ്യൂസറാണ്, ഇൻ്റർനാഷണലായിട്ട് ഖ്യാതിയുള്ള ഒരു ആളാണ്. അപ്പം അദ്ദേഹത്തിന് സഹായകരമായിട്ട് ഒരു നയപരമായ തീരുമാനം സർക്കാരിനെടുക്കാം. അതേസമയം ഒരു കോർപ്പറേഷൻ MDക്ക് അതെടുക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി ഗവൺമെൻറ്റിൽ നിന്നൊരു ഉത്തരവ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഇൻ റൈറ്റിംഗ് എനിക്ക് വന്നു. ഇദ്ദേഹത്തിൻ്റെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ 4 പെണ്ണുങ്ങൾ എന്ന ചിത്രം എത്ര ആഴ്ചയും കൂടെ ഓടിക്കുന്നതിന് വേണ്ട തീരുമാനം എടുക്കണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത്ര ധീരമായ നയപരമായ തീരുമാനം എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനം എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി നയപരമായ തീരുമാനങ്ങളുടെ അന്തസ്സത്തേക്ക് മനസ്സിലാക്കി പെരുമാറിയ ഒരു മനുഷ്യനാണ് എം എ ബേബി. ഗവൺമെൻറ്റിൽ നിന്നൊരു കത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനം എടുക്കുന്നതിന് നമുക്ക് ഒരു കുഴപ്പമില്ല, കാരണം അത് സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ പരമായിട്ട് എടുത്തൊരു കാര്യമാണ്. സർക്കാരിന് നല്ലതെന്ന് തോന്നി, ഇൻ ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് അതാണ് നല്ലതെന്ന് തോന്നി, അത് ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. കോർപ്പറേഷൻ അതുകൊണ്ട് ചെറിയ നഷ്ടമുണ്ട്. അതേസമയം സംസ്ഥാനത്തിൻ്റെ ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അത് നോക്കി അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ശ്രീ എം എ ബേബി CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയത്
CPM-ന് അടുത്തൊരു തുടർഭരണം കിട്ടാൻ ഏറ്റവും ഉചിതമായൊരു തീരുമാനമാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ കേരളത്തിൽ മറ്റ് പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരുണ്ട്. ഇദ്ദേഹം മലയാളി ആയതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും അധികം പാർട്ടികളിൽ ഒരു വിസിബിലിറ്റി കിട്ടുകയും പാർട്ടികളുടെ കാര്യങ്ങൾ പറയുന്നതിൽ ഒരു കൂടുതൽ സ്പേസ് കിട്ടുന്നതും ശ്രീ M.A. ബേബി എന്തെങ്കിലും പറയുമ്പോഴാണ്. ഒന്ന്, അദ്ദേഹം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് പാർട്ടിയുടെ. കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. 10 വർഷമായിട്ട് 9 വർഷമായിട്ട് ഭരിക്കുന്ന പാർട്ടിയാണ്. 2, അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് കേരളത്തിൽ ഉണ്ട്. ഒരേ പാർട്ടിയിൽ തന്നെ ചേർന്ന് ആ പാർട്ടിയിൽ തന്നെ വളർന്നു വന്ന എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിൽ. അപ്പോൾ ആ പാർട്ടിക്ക് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കൂടുതൽ ഒരു ഓതൻറ്റിസിറ്റി, ആധികാരികത ആ പാർട്ടിയുടെ കാര്യങ്ങൾ പറയുന്നതിൽ, ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലുണ്ട്. കേരളത്തിൽ അദ്ദേഹത്തിന് ഭാഷ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നതുകൊണ്ടും സാംസ്കാരിക മന്ത്രി ആയിരുന്നതൊക്കെ ഉള്ളതുകൊണ്ട് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൂടുതൽ എഫക്റ്റീവായിരിക്കും. മറ്റ് പാർട്ടികളുടെ ഈ അധ്യക്ഷന്മാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു അഡ്വാൻറ്റേജ്, കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും M.A. ബേബിക്ക് കിട്ടും. അത് CPM-ന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്.